ഇപ്പോൾ പശ്ചാത്താപിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കഥാപാത്രമാണ് പഞ്ചഗൗഡിദാസ്. പഞ്ചഗൗഡിദാസ് ബ്രാഹ്മണനാണ്, ഉയർന്ന ജാതിക്കാരനാണ്. അപ്പോൾ അയാളെപ്പറ്റി ഒന്ന് നോക്കാം. पंचगौड़ीदास एक ब्राह्मण वैद्य है। ब्राह्मण कुल में पैदा होने के कारण वे अपने को ശ്രേഷ്ഠ और മഹാൻ समझते हैं. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾ തന്നെ ശ്രേഷ്ഠനായിട്ടും മഹാനുമായിട്ടും കണക്കാക്കുന്നു. ഉനെ അച്ഛൂത്തോം കെ പ്രതി കരുണ ഏവം അനാദർ ഹെ. താഴ്ന്ന ജാതിക്കാരോട് വെറുപ്പും അനാദരവും ഉണ്ട് അയാൾക്ക്. വേ അച്ഛൂത്തോം കോ മന്ദിർ കെ ഭീതർ ജാനി നഹി ദേത്തെ. അയാൾ താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ അനുവദിക്കുന്നില്ല. ഇത്നാ ഹി നഹി ഇലാജ് കർനെ കെ ലിയെ വേ അച്ഛൂത്തോം കെ ഘർ നഹി ജാത്തെ. അതുമാത്രമല്ല, താഴ്ന്ന ജാതിക്കാരെ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെ ചികിത്സിക്കാനായിട്ട്, ഇലാജ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ, അതിനുവേണ്ടി താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ അയാൾ പോകുന്നില്ല. അച്ഛൂത്ത് ബാലിക രഥിയാക്കോ ഹൈജ ഹോനെ പർ ഉസ്കി ഇലാജ് കെ ലിയെ വേ നഹി ജാത്തെ. താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള രഥിക്ക് കോളറ എന്നുള്ള അസുഖം പിടിച്ചപ്പോൾ അയാൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നില്ല. ഈ വേ കഹത്തെ ഹേ ഏ ലോഗ് ഭംഗി ഹേ. അയാൾ പറഞ്ഞതെന്താണ്, ഇതിന് റീസൺ പറഞ്ഞതെന്താണ്? ഇവർ സ്കാവഞ്ചേഴ്സാണ്. വഹാം പർ ജാനേസെ അപവിത്ര ഹോ ജായെങ്കിൽ. അവിടെ പോയാൽ ഉയർന്ന ജാതിക്കാരായ നമ്മളൊക്കെ എന്ത് ചെയ്യും? പരിശുദ്ധി, അവരുടെ ഉയർന്ന ജാതിക്കാരുടെ പരിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുന്നതാണ്. ലേക്കിൻ അപ്നി ബച്ചി കി ഹാലത്ത് ഖരാബ് ഹോനെ പർ ഉനെ ഡോക്ടർ കി സരൂരത്ത് ഹെ. പക്ഷെ തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ വഷളായപ്പോൾ അയാൾ ഡോക്ടറെ വിളിക്കുന്നു. ചാഹെ വക് ഭംഗി ഹോ യാ കോയി ഭി ഹോ. അത് ആ വിളിക്കുന്ന ഡോക്ടർ ഭംഗിയാകട്ടെ, അതായത് സ്കാവച്ചറാകട്ടെ, ആരുമായിക്കോട്ടെ. ഈസായി ഡോക്ടർ ജോ പഹലെ ഭംഗീദ. ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഡോക്ടർ. ആദ്യം അയാൾ സ്കാവഞ്ചറായിരുന്നു. കി ബാത്തോം സെ ഉൻകി ഗലത്ത് ഫഹമിയാണ്, ഫൈമി അല്ല, ഫഹമി, ഹായാണ് ഇടയിൽ, മുകളിലത്തെ വരെയും വേണ്ട. ദൂർ ഹോ ജാത്തി ഹി. ഇപ്പം ഈ ക്രിസ്ത്യാനിയായിട്ടുള്ള ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ അയാളുടെ തെറ്റിദ്ധാരണയ്ക്ക് അകലുന്നു. അതുമേ അപ്പനി കർണി പർവിനെ പശ്ചാത്താപ ഹോത്താ ഹെ. അവസാനം അയാളുടെ പ്രവൃത്തിയിൽ അയാൾക്ക് തന്നെ പശ്ചാത്താപം തോന്നിയാണ്. രഥിയാക്കി പാക്കെ പൈരോം പർ പഠിനെ കീഴിയെ ഭീ വേ തയ്യാർ ഹോത്തെ ഹെ. രഥിയുടെ അമ്മയുടെ പാദങ്ങളിൽ വീണ് മാപ്പ് ചോദിക്കാൻ പോലും അയാൾ തയ്യാറാകുകയാണ്. അതുമേ വേ മാനത്തെ ഹെ കി സബ് ലോഗ് ബരാബർ ഹെ. അവസാനം ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള പഞ്ചഗൗഡിദാസ് പറയാണ്, എല്ലാവരും തുല്യരാണ്. വ്യക്തി കി മഹാനത ജാതി കെ ആധാർ പർ നഹി. ജാതി ഇപ്പുറത്തവടില്ല കേട്ടോ. വ്യക്തിയുടെ മഹത്വം ജാതിയെ ആസ്പദമാക്കിയല്ല, കർമ്മയ്ക്ക് ആധാർ പർ ഹെ. കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. കർമ്മം കൊണ്ടാണ് ഒരാൾ വലിയവനായിട്ട് മാറുന്നത്. ഇനി കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 3 ക്യാരക്ടറാണ് നമ്മൾ വായിച്ചത്. ഒന്ന് പഞ്ചഗൗഡിദാസ്, മറ്റൊന്ന് രഥിയ, പിന്നെ ഒന്ന് ആരാണ് നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ ആരാ? കന്നയ്യ. അങ്ങനെ 3 കഥാപാത്രങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോവാം. 2 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, പശ്ചാത്താപമേ വർണ്ണിത് ഊഞ്ച നീച്ച് കി ഭേദഭരി പ്രവൃത്തി ക സംക്ഷിപ്ത വർണ്ണൻ കീജിയെ. പശ്ചാത്താപം എന്നുള്ള ഏകാംഗിയിൽ വർണ്ണിച്ചിരിക്കുന്ന ഉയർന്നവരെന്നും താഴ്ന്നവരും എന്നുള്ള ആ വ്യത്യാസഭാവത്തെ ചുരുക്കി വർണ്ണിക്കുക. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ ഈ 2ഉം അതുപോലെ ഈ 3ഉം. പശ്ചാത്താപമേ ശ്രീ ഹരികൃഷ്ണ പ്രേമീനെ അച്ഛൂത്ത് സമസ്യ പർ സമുചിത് പ്രകാശ് ഡാലാ ഹെ. അച്ഛൂത്ത് സമസ്യ, താഴ്ന്ന ജാതിക്കാരുടെ പ്രശ്നം, തീണ്ടൽ, തൊടിയിൽ, ഈ പ്രശ്നത്തെയാണ് ലേഖകൻ, നാടകകൃത്ത് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. രഥിയ ഏക് അച്ഛൂത്ത് ബാലിക ഹെ വഹ് ഭംഗി ഹെ ഇസ്ലിയെ ഉസെ ബഹുത്ത് യാതനായും സഹിനീപ്പെടുത്തി ഹെ. താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള രഥിയയ്ക്ക് ഒരുപാട് സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു. ഉസേ സമാജ് കെ ഉച്ചവർഗക്കെ ക്രൂര കർമ്മോ കാ സാമന കർന പഡ്താ ഹെ. അവൾക്ക് സമൂഹത്തിലെ ഉന്നത വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ക്രൂരമായിട്ടുള്ള കർമ്മങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നു. ബ്രാഹ്മൺ ലോഗ് അച്ഛൂത്തോങ്കോ മന്ദിർ കെ ഭീതർ ജാനി നഹി ദേത്തെ. ബ്രാഹ്മണന്മാർ താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല. അച്ഛൂത്തോത്താർ മേ ലഗേ രഹിനെ വാലെ ലോഗ്
मिस्टेक ഉണ്ട്. അച്ഛൂത്തോ തർമേ ലഗെ രഹനെ വാലെ ലോഗ് അച്ഛൂത്തോങ്കോ അവിടെ ഛായാണ് അച്ഛൂത്തോങ്കോ മന്ദിർ മേ പ്രവേശ് പാനെ കി കോശിഷ് കർത്തെ ഹെ. താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. താബുഫി വേ ഉനേൻ ധക്ക മാർക്കർ ഹട്ടാത്തെ ഹെ. അപ്പോഴും ഉയർന്ന ജാതിക്കാരെന്ത് ചെയ്യുന്നു? അവരെ തള്ളി ഉന്തി താഴേക്ക് മാറ്റുകയാണ്. ബാഹർ രഹിനെ പർ ഉനേം പ്രസാദ് പി നഹി ദേത്തെ. പുറത്ത് നിൽക്കുമ്പോഴും അവർക്ക് പ്രസാദം അമ്പലത്തിൽ നിന്ന് കൊണ്ട് കൊടുക്കാറില്ല. അതായത് ഉച്ഛിഷ്ടമല്ലാത്ത പ്രസാദം കൊണ്ട് കൊടുക്കാറില്ല. പ്രസാദ് ക ജൂട്ടൻ ദേത്തെ ഹെ. പക്ഷെ കൊടുക്കുന്നതോ ആരെങ്കിലും തിന്നിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മൈലെ ഗന്ധേ രൂപ് മേ ഭി ഉച്ചവർഗ മന്ദിർ മേ ഭഗവാൻ കെ ദർശൻ കി അധികാരി ഹെ. വൃത്തികെട്ട രൂപത്തിൽ വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിച്ചാലും ഉയർന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിക്കാനുള്ള അവകാശം ഉണ്ട്. സ്വച്ഛ സാഫ് സുധരേ രൂപമേ ജാനേ പർപ്പി അച്ഛൂത്തോങ്കോ ഭഗവാൻ കെ ദർശൻ നിഷിദ്ധ ഹെ. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയിലും വെടിപ്പിലും ഉള്ളിലേക്ക് പോയാലും താഴ്ന്ന ജാതിക്കാർക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റില്ല എന്നാണ്. അച്ഛൂത്തോങ്കോ ബീമാരി ഹോനെ പർ ബ്രാഹ്മൺ വൈദ്യ വഹാൻ നഹി ജാത്തെ. താഴ്ന്ന ജാതിക്കാർക്ക് അസുഖം പിടിപെട്ടാലും ബ്രാഹ്മണ വൈദ്യൻ ഒരിക്കലും അവരുടെ അടുക്കലേക്ക് പോകാറില്ല ചികിത്സിക്കാനായിട്ട്. ഉൻകാ വിചാർ ഹെ കി അച്ഛൂത്തോങ്കോ ചൂന ബഡാ പാപ് ഹെ. ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള വൈദ്യർ വിചാരിക്കുന്നത് എന്താണ്? താഴ്ന്ന ജാതിക്കാരെ തൊടുക എന്നുള്ളത് വളരെ വലിയ പാപമാണ്. അതഹ ഉൻകാ ഇലാജ് കർണേസെ അപവിത്ര ഹോ ജായെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഉയർന്ന ജാതിക്കാർ പരിശുദ്ധി ഒക്കെ ഇല്ലാതായിട്ട് മാറും എന്നാണ്. അതഹ ഇലാജ് കി സുവിധാപി നിമ്നവർഗവും കോ നഹി. അതുകൊണ്ട് ചികിത്സയ്ക്കുള്ള സൗകര്യവും താഴ്ന്ന ജാതിക്കാർക്ക് കിട്ടുന്നില്ല. വിദ്യാപ്രാപ്ത് കർണേ കെ ലിയെ വേ സ്കൂൾ നഹി ജാ സക്തെ. വിദ്യ നേടാൻ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. इस प्रकार देखें तो ज्ञानार्जन, भगवत दर्शन, अध्ययन, अध्यापन, बीमार का इलाज आदि केवल उच्च वर्ग ही कर सकते हैं. निम्न वर्ग के लिए एक सब നിഷിദ്ധത. ഇത് മാനവാധികാരങ്ങളാണ്. എന്താണ്? അറിവ് നേടുക, ഈശ്വരനെ ദർശിക്കുക, പഠിപ്പിക്കുക, അസുഖത്തിന് ചികിത്സ, ഇതൊക്കെ മാനവാധികാരങ്ങളാണ്. ഇതൊക്കെ ഈ ഉച്ച വർഗത്തിൽപ്പെട്ടവർക്കേ പറ്റുന്നുള്ളൂ. താഴ്ന്ന വർഗത്തിൽപ്പെട്ടവർക്ക് അത് നിഷിദ്ധമാണ്. അടുത്ത പശ്ചാത്താപ് ഏക സാമാജിക ഏകാംഗി ഹെ. പശ്ചാത്താപ് ഒരു സാമൂഹിക ഏകാംഗിയാണ്. ഇത് അവിടെ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ, ക്വസ്റ്റ്യനായിട്ടല്ല ഇട്ടിരിക്കുന്നത്. പശ്ചാത്താപ് ഒരു സാമൂഹിക ഏകാംഗിയാണ്. അത് വിവരിക്കുക എന്നുള്ളതായിരിക്കും അവിടെ വരിക കേട്ടോ. വർത്തമാന സമാജിക്ക് അച്ഛൂത്ത് സമസ്യാഹി ഇസ്കാ കേന്ദ്ര ബിന്ദു ഹെ. ഇന്നത്തെ സമൂഹത്തിലെ താഴ്ന്ന വർഗക്കാരുടെ പ്രശ്നങ്ങളാണ് ഇതിലെ കേന്ദ്ര ബിന്ദു. കന്നയ്യ എക്ക് സമാജ് സുധാരക് ഹെ അച്ഛൂത്തോങ്ക മാസ്റ്റർ ഹെ. കന്നയ്യ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, താഴ്ന്ന ജാതിക്കാരുടെ അധ്യാപകനുമാണ്. വഹ അപ്പന ക്രാന്തികാരി വിചാർ അച്ഛൂത്തോങ്കെ സാമനെ രക്ത ഹെ. അയാൾ തൻ്റെ വിപ്ലവ ചിന്താഗതികൾ താഴ്ന്ന ജാതിക്കാരുടെ മുന്നിൽ വയ്ക്കുന്നു. അച്ഛൂത്ത് ലോഗ് ഉസ്കി പഠായി സെ പ്രഭാവിത ഹെ. താഴ്ന്ന ജാതിക്കാർ അയാളുടെ പഠിത്തത്തിൽ ആകൃഷ്ടരാണ്, അയാൾ പഠിപ്പിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് താഴ്ന്ന ജാതിക്കാർ അതിൽ ആകൃഷ്ടരാകും. समाज के अत्याचार के विरुद्ध लड़ने की प्रेरणा उन्हें अपने മാസ്റ്റർ കന്നയ്യ സെ മിൽത്തി ഹെ. സമൂഹത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ട് പോരാടാനുള്ള പ്രേരണ അവർക്ക് തൻ്റെ മാസ്റ്ററിൽ നിന്നാണ് കിട്ടുന്നത്. രഥിയ മാസ്റ്റർജി സെ പ്രഭാവിത് ഹോക്കർ ക്രാന്തികാരി വിചാർ രക്തി ഹെ. രഥിയ തൻ്റെ അധ്യാപകനായിട്ടുള്ള കന്നയ്യയിൽ ആകൃഷ്ടനായിട്ട് സ്വാധീനിക്കപ്പെട്ടിട്ട് വിപ്ലവ ചിന്താഗതി വച്ചു പുലർത്തുന്നു. വഹ് മന്ദിർ ജാന ചാഹത്തി ഹെ. ഇവിടെ ഈ വള്ളി വേണ്ട കേട്ടോ. അവൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ലേക്കിൻ മന്ദിർ മേ ഉസ്കാ ആദർ നഹി ഹോത്ത. പക്ഷേ ക്ഷേത്രത്തിൽ അവൾക്ക് വേണ്ട ആദരവ് കിട്ടുന്നില്ല. ജബ് വോ ബീമാർ പടി ജാത്തി ഹെ. ഇവൾക്ക് അസുഖം വരുമ്പോൾ, ഹൈജ നേരത്തെ വന്നല്ലോ, അത് കോളറ പിടിപെടുമ്പോൾ, തബ് വൈദ്യജീവ് സെ ദേഖ്നെ നഹി ജാത്തെ. വൈദ്യര് അവളെ കാണാനായിട്ട് പോകുന്നില്ല.
വൈദ്യജി കാ ലഡ്ക ബീമാർ പടിജാത്താത്തോ. അതേസമയം വൈദ്യൻ്റെ ആൺകുട്ടി മകൻ, മുകളിലെവിടെയോ പെൺകുട്ടി എന്ന് വന്നു കേട്ടോ. വൈദ്യരുടെ മകൻ അസുഖം പിടിച്ചു കിടന്നപ്പോൾ ഈസായി ഡോക്ടർക്കോ ബുലാത്താഹെ, ഒരു ക്രിസ്ത്യൻ ഡോക്ടറെയാണ് അയാൾ വിളിക്കുന്നത്. അത് ക്രിസ്ത്യൻ ഡോക്ടറെന്നൊന്നും ഇയാൾക്കറിയില്ല. ഡോക്ടർ നവനീത് റായ്, ആ പേര് കേട്ടപ്പം ഈ വൈദ്യർ എന്താ വിചാരിച്ചത്, ബ്രാഹ്മണനാണെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ വിളിക്കുക. ഡോക്ടർ പഹലെ ഭംഗീത, പക്ഷേ ഡോക്ടർ ആദ്യം ഒരു ഭംഗിയായിരുന്നു. ഭംഗി എന്ന് പറഞ്ഞാൽ സ്കാവഞ്ചറായിരുന്നു. യഹ് ജാൻകർ വൈദ്യജി കോ ദുഃഖ് ഹോത്ത, ഇതറിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് ആകെ വിഷമമായി. രഥിയ കോ ഹൈജേ ഹോനെ പർ വൈദ്യജി വഹാം പർ നഹി ജാത്തെ. രഥിയയ്ക്ക് അസുഖം പിടിപെട്ടപ്പോൾ വൈദ്യർ അവിടെ പോകുന്നുമില്ല. ജാത്തെ നഹി ജാത്തെ, വഹാം പർ നഹി ജാത്തെ, ഇവിടെയാണ് ഫുൾ സ്റ്റാപ്പ് കേട്ടോ. ഇതെടുത്ത് മാറ്റുക, ഈ ഫുൾ സ്റ്റാപ്പ് മാറ്റുക. ക്യോങ്കി വഹ അച്ഛൂത് ഹേ, ഡോക്ടർക്കോ ഇസ്സെ ഘൃണ ഹോത്തി ഹേ. കാരണം അവൾ താഴ്ന്ന ജാതിക്കാരി ആയതുകൊണ്ടാണ് വൈദ്യർ അവളുടെ വീട്ടിലേക്ക് പോകാത്തത്. ഇതിൽ ഡോക്ടർ വളരെ വെറുപ്പ് കാണിക്കുകയാണ് വൈദ്യരോട്. വേ രഥിയാക്കോ ദേക്കിനെ ജാത്തെ ഹേ, അദ്ദേഹം സ്വയമേവ എന്ത് ചെയ്യുന്നു, രഥിയെ കാണാനായിട്ട് പോവുകയാണ്. വൈദ്യജി കെ ലഡ്കെ കി ദശ ഖരാബ് ഹോനെ പർ വേ ഉനെ ലേനെ രഥിയ കെ ഘർ ജാത്തെ. ഇതിനിടയ്ക്ക് വൈദ്യൻ്റെ മകൻ്റെ ആ കോളറ രോഗം ഒന്ന് കുറഞ്ഞിരുന്നതാണ്. വീണ്ടും അവൻ്റെ അവസ്ഥ വഷളാകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി രഥിയയുടെ വീട്ടിലേക്ക് പോകുന്നു. ഡോക്ടർ തബ് ഇൻകാർ കർത്താ ഹെ, ഡോക്ടർ അപ്പോഴും വിസമ്മതിക്കുകയാണ്. രഥിയ സിഫാരിഷ് കർത്തി ഹെ, രഥിയ ശുപാർശ ചെയ്യണം, റെക്കമെൻഡേഷൻ ചെയ്യണം. അപ്പോൾ വൈദ്യജിക്കോ അപ്പനെ വ്യവഹാർ പർ പശ്ചാത്താപ ഹോത്താ ഹെ, ഈ സമയത്ത് വൈദ്യർക്ക് തൻ്റെ പെരുമാറ്റത്തിൽ പശ്ചാത്താപം തോന്നുന്നു. പശ്ചാത്താപ് ദ്വാര അച്യുതോങ്ക ഉദ്ധാർ ഹി സംഭവ ഹോത്താ ഹെ. ഇപ്പോൾ ലേഖകൻ പറയുന്നത് എന്താണ്, പശ്ചാത്താപത്തിലൂടെ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനം സാധ്യമാണ് എന്നുള്ളത്. ഇസ് പ്രകാർ ദേഖേന്തോ യഹ് ശീർഷക പശ്ചാത്താപ് സഭി ദൃഷ്ടിയും സെ സാർത്ഥക് ഹെ. ഇപ്പം ഹെഡിങ് ഈ പേര് കൊടുത്തതും ഇതിന് ഏറ്റവും യോജിച്ചതാണ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതോടുകൂടി അത് കഴിഞ്ഞു. നിങ്ങൾ ഓഡിയോ നന്നായിട്ട് കേട്ടിട്ട് വേണം ഈ ചോദ്യം വായിക്കാൻ. ഇതിൽ എസ് എ വേറെ കൊടുത്തിട്ടുണ്ട്, അത് നോട്ടിലുണ്ട്, അത് ഞാൻ വായിച്ച് പറഞ്ഞുതരാം. പശ്ചാത്താപിൻ്റെ സാരാംശത ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പശ്ചാത്താപ് ശീർഷക സാർത്ഥകേ സമഞ്ചായി, പശ്ചാത്താപം എന്നുള്ള ഹെഡിങ് ഇതിന് എത്രമാത്രം യോജിച്ചിരിക്കുന്നു വ്യക്തമാക്കുക. അത് നമ്മൾ മുകളിൽ ഒരു എസ്സേ വായിച്ച് നിർത്തിയ സമയത്ത് വായിച്ച് അവസാനിപ്പിച്ചതാണ്. ലേഖകനെ പശ്ചാത്താപമേ അച്യുത്തോങ്കി സമസ്യ, അത് നേരത്തെ വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്യുതോത്താർ കേലിയെ കന്നയാനെ ക്യാക്കി എന്നാണ്. താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ, മറ്റേലില്ലാത്തൊരു ചോദ്യം. महात्मा के आदर्शों से प्रेरणा प्राप्त करने वाले कुलीन युवक कन्हैया ने अछूतों को समझाया कि विद्या प्राप्त करने का सबको अधिकार है. മഹാത്മാഗാന്ധിയുടെ ആദർശത്തിൽ നിന്നും പ്രേരണ നേടിയ കുലീന യുവാവായിട്ടുള്ള കന്നയ്യ താഴ്ന്ന ജാതിക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്താണ്, വിദ്യ നേടാൻ എല്ലാവർക്കും അധികാരമുണ്ട്. ഉസ്നെ നിരക്ഷരോं को साक्षर बनाने का प्रयत्न किया. ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കുകയാണ്. അയാൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവർ അപ്പനെ അധികാരമൊക്കെ പ്രതി ഉൻകോ സജഗ് കിയ, മാത്രമല്ല തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവരെ ബോധവാന്മാരാക്കുകയും ചെയ്തു. വഹ് അച്യുതോങ്കോ മന്ദിർ മേ പ്രവേശ് ദിലാനെ കെ ആന്തോളൻ മേ ഭി ഭാഗ് ലേത്താ था. അയാൾ താഴ്ന്ന ജാതിക്കാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാനുള്ള സമരത്തിലും അയാൾ പങ്കെടുത്തിരുന്നു. और एक बार अछूत कन्या रथिया को मंदिर में प्रवेश कराते समय പഞ്ചകൗടി ने उसे धक्का देकर नीचे गिराया. ഒരിക്കൽ താഴ്ന്ന ജാതിക്കാരിയായിട്ടുള്ള രഥിയ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് പഞ്ചകൗടി അവളെ തള്ളി താഴേക്ക് ആക്കുകയാണ്. ഹർ മുസീബത്ത് കാ സാമന കർത്തേ ഹുയി, എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കന്നയ്യ അച്യുതോത്താർ കെ മഹാൻ പ്രയത്നമേ ഡട്ടാ രഹ, എല്ലാം തരണം ചെയ്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മഹത്തായ പ്രയത്നത്തിൽ അയാൾ ഉറച്ചു നിന്നു.
അടുത്ത രഥിയ കി മാനെ രഥിയ കോ മന്ദിർ ജാനെ സെ ക്യോ രോക്ക് ദിയ. രഥിയയുടെ അമ്മ എന്തുകൊണ്ടാണ് രഥിയയെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണ്ട എന്ന് പറയാൻ കാരണം? രഥിയ കി മാ കർമ്മവാദ് പർ വിശ്വാസ് കർത്തി തി. രഥിയുടെ അമ്മ കർമ്മവാദത്തിൽ വിശ്വസിക്കുന്നവളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് അടുത്ത ജന്മം കിട്ടും എന്നുള്ളതാണ്. കർമ്മവാദത്തിൽ വിശ്വസിക്കുന്നു. അവർ സോച്ചത്തി ദിക്കി അച്യുതോക്കെ മന്ദിർ ജാനേസെ മന്ദിർ അപവിത്ര ഹോ ജാത്താ ഹെ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? താഴ്ന്ന ജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമായി പോകുന്നതാണ്. ഉസ്നെ രഥിയ കോ ബത്തായ കി ഹം ഗന്ദേ രഹത്തെ ഹെ ഔർ ഗന്ദേ കാം കർത്തെ ഹെ. അമ്മ മകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നമ്മൾ വൃത്തികെട്ട ജോലി ചെയ്യുന്നവരാണ്. കാരണം തോട്ടിപ്പണിയാണ് നമ്മൾ ചെയ്യുന്നത്, സ്കാവഞ്ചറിൻ്റെ പണി. അതുകൊണ്ട് നമ്മൾ താഴ്ന്ന അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു പ്രദേശത്ത് താമസിക്കുന്നവരാണ്, മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവരാണ്. ഭഗവാൻ കി ആജ്ഞ സബ്കോ മാന്യ പടേഗി. ദൈവത്തിൻ്റെ ആജ്ഞ എല്ലാവർക്കും അനുസരിക്കേണ്ടതായിട്ട് വരും. ക്യോങ്കി പഞ്ചോ കി ആജ്ഞ ഭഗവാൻ കി ആജ്ഞ ഹെ. അതുകൊണ്ട് ഗ്രാമപ്രമുഖൻ്റെ, അതായത് ഇവിടെ പഞ്ചെന്ന് ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണന്മാരുടെ ആജ്ഞ അത് ഭഗവാന്റെ ആജ്ഞയാണ്. അതുകൊണ്ട് നമ്മളത് ശിരസ വഹിക്കണം എന്നാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, പഞ്ചഗൗഡീനെ രഥിയ കി ഇലാജ് കർണേക്കോ ക്യോ ഇൻകാർ കിയ. പഞ്ചഗൗഡി രഥിയെ ചികിത്സിക്കാൻ വിസമ്മതിച്ചു എന്തുകൊണ്ട്? പഞ്ചഗൗഡി ബ്രാഹ്മൺ ഹോനെ കെ ഗർവ് കർത്തേ थे, इसलिए वे सोचते हैं कि ब्राह्मण का बेटा होकर भंगी के घर में चिकित्सा के लिए कैसे जाएगा. ഞാനൊരു ബ്രാഹ്മണൻ്റെ മോനാണ്, അതുകൊണ്ട് സ്കാവഞ്ചറിൻ്റെ വീട്ടിൽ ചികിത്സയ്ക്ക് എങ്ങനെ ഞാൻ പോകും എന്നാണ്. ഉൻകാ വിചാർ ഥാ കി ഭംഗി കെ ഘർ മേ ജാനെ സെ വഹ് ഭ്രഷ്ട് ഹോ ജായേഗ. അപ്പോൾ അയാളുടെ വിചാരം എന്താണ്? ഒരു സ്കാവഞ്ചറിൻ്റെ വീട്ടിൽ പോയാൽ അയാൾ വഴിതെറ്റി പോകുന്നതാണ്. എന്ന് പറയുമ്പോൾ അയാളുടെ ജാതിയൊക്കെ ഇല്ലാതാവും, അവരുടെ സമൂഹത്തിൽ നിന്ന് അയാളെ ഭ്രഷ്ടനാക്കുമെന്നൊക്കെയാണ് അയാൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്. രഥിയ കി മാ കി പ്രാർത്ഥന കാ കോയി അസർ ഉൻപർ നഹീം പട. രഥിയയുടെ അമ്മയുടെ റിക്വസ്റ്റ് അവർ കാല് പിടിച്ച് അയാളോട് പറഞ്ഞതാണ്, പക്ഷേ യാതൊരു ഇൻഫ്ലുവൻസും അയാളിൽ ഉണ്ടാക്കിയില്ല. ബാക്കിയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒക്കെ നമ്മൾ മുകളിൽ വായിച്ചതാണ്. പഞ്ചഗൗഡി ദാസ് കാ ചരിത്ര ചിത്രൻ, രഥിയ കാ ചരിത്ര ചിത്രൻ നമ്മൾ കന്നയ്യലാലിൻ്റെയും കൂടെ നമ്മൾ മറ്റേതിൽ പഠിച്ചു. അത് വായിച്ച് പഠിച്ചാലും മതി. പിന്നെ ബാക്കി ചെറിയ ചെറിയ ചോദ്യങ്ങൾ കണ്ടോ, ഇതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. ചെറിയ ചെറിയ ചോദ്യം, ഇതൊക്കെ ചെറിയ ചോദ്യങ്ങളാണ്. ബ്രാക്കറ്റിലുള്ള ചോദ്യങ്ങൾ ഒക്കെ അതിന് ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ മറ്റൊരു ഏകാംഗി ചമ്പക്കാണ്. ഓഡിയോ നിങ്ങൾ ക്രമത്തിനായിട്ടേക്കണത്. ഇതിൽ ഞാൻ പാഠങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. ചമ്പക്, ഡോക്ടർ രാംകുമാർ വർമ്മ. നമുക്കറിയാം, ഒരു നായുടെ കഥയാണ്. ആ നായെ അവശനിലയിൽ കണ്ടെത്തുകയും അതിനെ ചികിത്സിച്ച് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്യുന്നു. ഒരു കവി അല്ലേ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഒരു വൃദ്ധൻ, ആ വൃദ്ധനാണ് യഥാർത്ഥത്തിൽ ചമ്പക് എന്ന് പറയുന്ന തൻ്റെ നായയെ അടിച്ച് അവശനാക്കിയത്. അതറിഞ്ഞിട്ട് കൂടി എന്ത് ചെയ്യുന്നു? അയാൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തന്നെയാണ് ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കിഷോർ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ചമ്പക്കാണ്, ഏക് ഛോട്ടാ സാ സുന്ദർ കുത്ത. കിഷോർ ഹിന്ദി സാഹിത്യക്കെ സുകവി, ആയു 30 വർഷം. ഹിന്ദി സാഹിത്യത്തിലെ ഒരു നല്ല കവിയാണ്, പ്രായം 30. ശകുന്തള ഏക സംഭ്രാന്ത് മഹിള, യുവതിയാണ്, ഒരു ഉന്നത കുലജാതയായിട്ടുള്ള യുവതി, ആയു 25 വർഷം, 25 വയസ്സാണ്. ഈ കഥാപാത്രങ്ങളുടെ പേര് തന്നിട്ട് ഏത് ഏകാംഗിയിലുള്ളതാണ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ മാലതി, ഈ ശകുന്തളയുടെ വാലുപോലെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഏത്? മാലതി. ശകുന്തളയുടെ സേവികയാണ്, 25 വയസ്സ് പ്രായം. ലളിത, അത് ഈ പറയുന്ന കിഷോറില്ലേ, ആ കിഷോർ കി ചോട്ടി ബഹനാണ്, ആയു 7 വർഷം, 7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. വൃദ്ധ് ഭിക്കാരിയാണ്, അയാളൊരു ഭിക്ഷക്കാരനാണ്, ആയു 50 വർഷം, 50 വയസ്സ്. ഇതാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. നിങ്ങൾ ഓഡിയോ കേൾക്കുക, നിർബന്ധമായിട്ടത് കേട്ടിട്ട് വേണം ഇത് വായിക്കാൻ.
हिंदी में आधुनिक एकांकी नाटक के विकास में डॉक्टर रामकुमार वर्मा का प्रमुख स्थान है. ഹിന്ദിയിലെ ആധുനിക ഏകാംഗി നാടകത്തിൻ്റെ വികാസത്തിൽ ഡോക്ടർ രാംകുമാർ വർമ്മയ്ക്ക് പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഉള്ളത്. ഉൻകാ പ്രഥം ഏകാംഗി നാടക് ബാദൽ കി മൃത്യു, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഏകാംഗിയുടെ പേരാണ് ബാദൽ കി മൃത്യു. അത് സൻ 1930 में പ്രകാശിത് ഹുവാ था. 1930 പബ്ലിഷ് ചെയ്തത്. ഉസ്കെ ബാദ് ഉन्होंने നിരന്തർ വിഭിന്ന പ്രകാർ കെ ഏകാംഗി രചന കി ഹെ. അതിനുശേഷം അദ്ദേഹം നിരന്തരം വ്യത്യസ്ത തരത്തിൽപ്പെട്ട ഏകാംഗികൾ എഴുതിയിട്ടുണ്ട്. പൃഥ്വിരാജ് കി ആങ്കേം, രശ്മി ടൈ, ചാരുമിത്ര, വിഭൂതി, കൗമുദി മഹോത്സവ്, ദീപ്ദാൻ और രജത് രശ്മി ഉൻകെ അത്യന്ത ലോകപ്രിയ और ശ്രേഷ്ഠ ഏകാംഗി സംഗ്രഹ. ഇതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജനപ്രീതിയുള്ള അദ്ദേഹത്തിൻ്റെ ഏകാംഗി സംഗ്രഹങ്ങൾ. ഇനി നമുക്ക് ചമ്പക് എന്നുള്ള ഏകാംഗിയെ പറ്റി നോക്കിയാൽ, പ്രസ്തുത് ഏകാംഗി ചമ്പക് में वर्मा जी ने एक उदार, दयालु एवं संवेदनशील कवि का चित्रण किया है. അപ്പോൾ ഈ ഏകാംഗിയിൽ ഡോക്ടർ രാംകുമാർ വർമ്മ ഒരു ഉദാരനും ദയാലുവും അതുപോലെ സെൻസിറ്റീവുമായിട്ടുള്ള ഒരു കവിയുടെ ചിത്രത്തെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലേഖകനെ കവി കെ സമ്പർക്ക് में आने वाले एक कठोर व्यक्ति के ഹൃദയ പരിവർത്തൻ കി കഥാക്കു നാടകീയ രൂപ ദിയാ ഹെ. ലേഖകൻ എന്ത് ചെയ്തിരിക്കുന്നു? ലേഖകൻ കവിയുടെ സമ്പർക്കത്തിൽ വന്ന ഒരു കഠോര വ്യക്തിയുടെ ഹൃദയപരിവർത്തനത്തിൻ്റെ കഥ പറഞ്ഞിട്ട് അതിന് നാടകീയ രൂപം കൊടുത്തിരിക്കുകയാണ്. ഹൃദയപരിവർത്തൻ കെ ബാദ് വഹ് പാപി ഭി സച്ചാ മാനോ ബൻ ജാത്ത ഹെ. ഹൃദയപരിവർത്തനത്തിന് ശേഷം, മനം മാറിയതിന് ശേഷം ആ വൃദ്ധനായിട്ടുള്ള വ്യക്തിയാണ് ഈ പാപി എന്ന് പറയുക. നമ്മുടെ ചമ്പക്കിനെ അടിച്ച വ്യക്തി, അയാൾ യഥാർത്ഥ മനുഷ്യനായിട്ട് മാറും. ഇനി നമുക്ക് ഇതിലുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ചമ്പക് ഏകാംഗി കാ സാരാംശ് ലിഖി. കവി കിഷോർ കോ മാർഗ് മേം അചാനക് ഘായൽ കുത്ത മില. കവി കിഷോറിന് വഴിയിൽ വച്ച് യാദൃച്ഛികമായിട്ട് ഒരു മുറിവേറ്റ നായയെ കിട്ടി. മുറിവേറ്റ നായ. ഉസ് കുത്തേക്ക് ഏക്ക് ടാങ്ക് ടൂട്ടി ഹുയി തി. ടാങ്ക് എന്ന് പറഞ്ഞാൽ കാല്. ആ നായുടെ ഒരു കാല് പൊട്ടിയിട്ടുണ്ട്, ആരോ അടിച്ചൊടിച്ചു. വഹുസെ അപ്പനെ ഘർ ലേ ഗയ. അയാൾ എന്ത് ചെയ്തു? കവി ആ നായ്ക്കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉസിനെ ദിൻ രാത്ത് കുത്തേക്ക് സേവാക്കി. അയാൾ രാവും പകലും ആ നായയ്ക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഏക്ക് മഹീനേമേ വഹ് സ്വസ്ഥ ഹോ ഗയ. ഒരു മാസം കൊണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ട് മാറി. വഹ് ബഹുത്ത് സുന്ദർദ. ആ നായ്ക്കുട്ടി വളരെ ഭംഗിയുള്ളതായിരുന്നു. ഉസ്കെ രേശം ജൈസെ കോമൾ സുൻഹരെ ബാൽദെ. അതിൻ്റെ ബാൽ എന്ന് പറഞ്ഞാൽ മുടി, രോമം എങ്ങനെയാണ്? പട്ടുനൂല് പോലെ സുന്ദരവും കോമളവും സ്വർണ്ണ നിറത്തിലുള്ളതും ആയിരുന്നു. കിഷോറിനെ ഉസ്കാ നാം ചമ്പക് രഖ. കിഷോർ എന്ത് ചെയ്തു? അതിന് ചമ്പക് എന്ന് പേരിട്ടു. ഉസ്നെ ഉസ് കുത്തേ പർ ചമ്പക് നാമക കവിത പി ലിഖി. അയാൾ എന്ത് ചെയ്തു? ആ പട്ടിയെ, ആ നായ്ക്കുട്ടിയെ വെച്ചുകൊണ്ട് ചമ്പക് എന്ന് പറയുന്ന ഒരു കവിത കൂടി എഴുതിയെന്നാണ്. ഉസ് കവിതാനെ ഹിന്ദി സംസാർ മേ ഹൽച്ചൽ മച്ചായി. ആ കവിത ഹിന്ദി ലോകത്ത് വളരെ കോളിളക്കം ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. ദീൻ ദുഃഖിയോം കി സേവാ കന്ന കിഷോർ കാ ആദർശത. പാവപ്പെട്ടവരെയും ദുഃഖിതരെയും സഹായിക്കുക എന്നുള്ളത് കിഷോറിൻ്റെ ഒരു ആദർശമായിരുന്നു. ഉസ്കാ അധിക സമയം കുത്തേക്കെ ലാഡ് പ്യാർ മേ നിക്കൽ ജാത്ത. അയാളുടെ കൂടുതൽ നേരവും ആ നായ്ക്കുട്ടിയെ താലോലിച്ച് വളർത്തുന്നതിൽ പോയിക്കൊണ്ടിരുന്നു. കൂടുതൽ സമയം അങ്ങനെയാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത്. ആ നായ്ക്കുട്ടിക്ക് ലാളിച്ചിട്ട് സമയം നഷ്ടപ്പെടുത്തിയിരുന്നു. കവിനെ ചമ്പകു ശകുന്തള നാമക്കേക്ക് ഉച്ച കുലുക്കി മഹിളാക്കോ ഉപയോഗിച്ച. കവി എന്ത് ചെയ്തു? ചമ്പക്കിനെ ഉന്നത കുടുംബത്തിൽപ്പെട്ട ശകുന്തള എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുത്തു എന്നാണ്, ഒരു യുവതിക്ക് കൊടുത്തു. ചമ്പക്കോ പാലിനെ ലിയ വഹ് യോഗ്യത. അപ്പം അവളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അയാൾക്ക് മനസ്സിലായി ചമ്പക്കിനെ വളർത്താനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ടെന്ന്. ക്യോങ്കി കവി കി തരഹ് ഉസ്കെ മൻമേ ഭി കരുണാ കാ ഭാവത. കാരണം എന്താണ്? ഒരു കവിയെ പോലെ തന്നെ അവളുടെ മനസ്സിലും കാരുണ്യത്തിൻ്റെ ഭാവം ഉണ്ടായിരുന്നു. ചമ്പക് കെ ബിച്ചുടിനെ പർ കിഷോർ കി ചോട്ടി ബഹൻ ലളിതാക്കോ ബഹുത്ത് ദുഃഖ ഹുവ. അപ്പോൾ ചമ്പക് അവരുടെ വീട്ടിൽ നിന്നും വേർപെട്ട് പോയതുകൊണ്ട് കിഷോറിൻ്റെ കൊച്ചനുജത്തി ലളിതയ്ക്ക് വളരെയധികം ദുഃഖമുണ്ടായി.
കിഷോറിനെ ഉസേ സമച്ചായ. പക്ഷേ കിഷോർ എന്ത് ചെയ്തു? അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഏക് ദിൻ ഏക് പൂക്ക ലങ്കട പിക്കാരി കിഷോർ കെ ഘർമേ ആയ. അപ്പോൾ കഥയുടെ പകുതിയാണിത് കേട്ടോ. ഒരു ദിവസം ഒരു വിശന്ന മുടന്തനായിട്ടുള്ള ഒരു ഭിക്ഷക്കാരൻ കിഷോറിൻ്റെ വീട്ടിലേക്ക് വന്നു. കിഷോർ കോ മാലൂ ഹുവാ കി ഉസീനെ ചമ്പക് കോ പീട്ട്കർ രാസ്തേ മേ ഫേങ്കാ താ. അപ്പോൾ കിഷോറിന് അയാളുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. അയാളാണ് ചമ്പക്കിനെ അടിച്ച് വഴിയിലേക്ക് എറിഞ്ഞത്. പീട്ടത്തെ സമയം ഉസ്കെ പയർമേ ലാട്ടി ലഗി. ഈ നായ്ക്കുട്ടിക്കിട്ട് അടി കൊടുക്കുന്ന സമയത്ത് അയാളുടെ കയ്യിലുള്ള വടി അയാളുടെ കാലിൽ തന്നെ വന്ന് കൊള്ളുകയും ചെയ്തു. അവർ വഹുബി ലങ്കട ഹോഗയ. അയാളുടെ കാല് മുടന്താനും തുടങ്ങി. കാലിൽ നല്ല മുറിവേറ്റു. മുടന്തിയിട്ടാണ് ഇപ്പോൾ ആ വൃത്തം നടക്കുന്നത്. കിഷോറിനെ ബൂഢേ കോ ബതായ കി ഈശ്വർ കി ദൃഷ്ടി മേ വഹു പാപി ഹെ. അപ്പോൾ അയാൾ ആ വൃത്തനോട് പറഞ്ഞു, ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പാപിയാണ്. ഭൂക്കെ പിക്കാരി കോ ഉസിനെ ഭോജൻ ദിയ. എന്നിരുന്നാലും ആ വിശന്ന ഭിക്ഷക്കാരനായിട്ടുള്ള വൃത്തന് കിഷോർ എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു. അവർ കഹാ കി ഉസിനെ പഹലെ നിരപരാധ ചമ്പക് കി സേവ കി തി അബ് വോ അപരാധി കി സേവ കരേക. എന്നിട്ട് ആ വൃത്തനോട് എന്താ പറഞ്ഞത്? ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, ആദ്യം താൻ നിരപരാധിയായിട്ടുള്ള ചമ്പക്കിന് വേണ്ട സേവനങ്ങൾ ചെയ്തു, ഇനി താൻ അപരാധിയായിട്ടുള്ള നിങ്ങളെ സേവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കവി കെ സമ്പർക്കമേ ആക്കർ ഉസ്കെ കഠോര ഹൃദയമേ പരിവർത്തന ഹുവ. അങ്ങനെ ആ കവിയുടെ സമ്പർക്കത്തിൽ വന്നതിൻ്റെ ഫലമായിട്ട് ആ കഠോരം പൂജ്യണ്ടായാണ് കേട്ടോ, അയാളുടെ കഠോരമായിട്ടുള്ള ഹൃദയത്തിൽ പോലും മാറ്റമുണ്ടായി.